പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുക രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 16-ാം അധ്യായമാണ്. ആഹാസ് യൂദാ രാജാവ്. റമാലിയായുടെ പുത്രനായ പെക്കാഹിന്റെ 17-ാം ഭരണവർഷം യൂദാ രാജാവായ യോദാമിന്റെ പുത്രൻ ആഹാസ് ഭരണം തുടങ്ങി. അപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 വർഷം ജെറുസലേമിൽ ഭരിച്ചു. പിതാവായ ദാവീദിനെ പോലെയല്ല അവൻ ജീവിച്ചത്. അവൻ തന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല. ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു. കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാരണം ചെയ്ത ജനതകളുടെ മ്ലേച്ഛമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുക പോലും ചെയ്തു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും മരച്ചുവട്ടിലും ബലികളും ധൂപവും അർപ്പിച്ചു. സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനായ പെക്കാഹും ജെറുസലേമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു. എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് ഏദോം രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏദോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂദാ ജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു. ഏദോമ്യർ ഏലാത്തിൽ വന്നു. അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു. ആഹാസ് ദൂതന്മാരെ അയച്ച് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ അറിയിച്ചു, ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ്. എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവിൻ്റെയും കൈകളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണം. ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും അസീറിയ രാജാവിന് സമ്മാനമായി അയച്ചു. അസീറിയ രാജാവ് അപേക്ഷ സ്വീകരിച്ചു. അവൻ ചെന്ന് ദമാസ്കസ് കീഴടക്കി. നിവാസികളെ ബന്ധിച്ച് കീറിലേക്ക് കൊണ്ടുപോയി റസീനെ കൊല്ലുകയും ചെയ്തു. ആഹാസ് രാജാവ് അസീറിയ രാജാവായ തിഗ്ലോത്ത് പിലേസറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായ്ക്ക് ബലിപീഠത്തിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു. ആഹാസ് രാജാവ് ദമാസ്കസിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു. ദമാസ്കസിൽ നിന്ന് വന്നപ്പോൾ രാജാവ് ബലിപീഠം നോക്കിക്കണ്ടു. അവൻ അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും സമാധാന ബലിയുടെ രക്തവും അർപ്പിച്ചു. അവൻ കർത്താവിന്റെ മുൻപിലുണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ നിന്നു മാറ്റി ബലിപീഠത്തിന് വടക്കു വശത്ത് സ്ഥാപിച്ചു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായോട് കൽപ്പിച്ചു, മഹാബലിപീഠത്തിൽ പ്രഭാത ദഹനബലിയും സായാഹ്ന ധാന്യബലിയും രാജാവിന്റെ ദഹനബലിയും ധാന്യബലിയും ജനത്തിന്റെ ദഹനബലിയോടും ധാന്യബലിയോടും പാനീയ ബലിയോടും ചേർത്ത് അർപ്പിക്കണം. ദഹനബലിയുടെയും മറ്റു ബലികളുടെയും രക്തം അതിന്മേൽ തെളിക്കണം. ഓട്ടുബലിപീഠം എനിക്ക് ഉപദേശമാരായാനാണ്. ആഹാസ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ചു മാറ്റുകയും ക്ഷാളനപാത്രം നീക്കം ചെയ്യുകയും ഓട്ടുകാളകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്ന് എടുത്ത് കല്ലിൽ തീർത്ത പീഠത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്തു. സാപത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽപ്പുരയുള്ള വഴിയും രാജാവിന് ദേവാലയത്തിലേക്ക് വരുവാനുള്ള
ബാഹ്യ കവാടവും അസീറിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു. ആഹാബിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ അവരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ഹെസക്കിയ രാജാവായി.